ഞാൻ പറഞ്ഞു അനിമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനിമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റായിട്ട് നാണം കിട്ടിയ എവിക്റ്റായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആത്യന്തികമായി നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അവസാനമായി ടൈറ്റിൽ വിന്നറായി നമ്മുടെ അനുമോളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്, എല്ലാവിധ അഭിനന്ദനങ്ങളും അനു അർഹിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഒരിക്കലും പറയാതിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ജനങ്ങൾ തോറ്റു, PR ജയിച്ചു. അത് തന്നെയാണ് സത്യസന്ധമായി നമ്മൾ ഈ ഒരു ഗെയിമിനെ വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് സംഭവിച്ചത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ രണ്ട് കാര്യം മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ PR ആയ വിനു ഇന്നലെ പറഞ്ഞ രണ്ട് പരാമർശങ്ങൾ മാത്രം നിങ്ങൾ കണ്ടാൽ എങ്ങനെയാണ് അനു എന്ന് പറയുന്ന ബിഗ് ബോസ് മത്സരാർത്ഥി ഈ കപ്പ് അടിച്ചത് എന്നുള്ളതിന്റെ വളരെ ചെറിയ രത്നച്ചുരുക്കം അദ്ദേഹം തന്നെ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അതിൽ ഒന്നാമത്തത് അദ്ദേഹം പറയുന്നത് നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. ഞാൻ പറഞ്ഞു അനിമോളുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ അനിമോൾ എല്ലാവരും പിച്ച് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരു 50 ദിവസം 60 ദിവസം എവിക്റ്റായിട്ട് നാണം കിട്ടിയ എവിക്റ്റായിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയതാരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. 50 60 ദിവസങ്ങൾ കൊണ്ട് വളരെ മോശകരമായ രീതിയിൽ നാറി ബിഗ് ബോസിനകത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ എന്നും അതുപോലെ തന്നെ അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്നും ആ സമയത്ത് PR വിനു എന്ന് പറയുന്ന ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ പിടിച്ചു നിന്നത് എന്ന് നമ്മുടെ PR വിനു മാധ്യമങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സത്യസന്ധമായി ഗെയിമിനെ സമീപിച്ച് വളരെ നിഷ്പക്ഷമായ രീതിയിൽ അവിടെ നിന്ന് മത്സരിച്ച ബാക്കി മത്സരാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണ് അത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് തന്നെയാണ് ഒരുപാട് കാലങ്ങളായി നമ്മൾ കേട്ടുകേൾവിയുള്ള ഒരു കാര്യമാണ്. PR വർക്ക് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ വിജയിച്ച് കയറുന്നത് എന്നുള്ളത് ഇപ്പോൾ പച്ചവെള്ളം പോലെ തെളിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് വോട്ട് മറിച്ചത് എന്നതിനെ കുറിച്ചും PR ബിനുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. ഇന്നലേക്ക് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. നമുക്ക് ഒപ്പിയുടെ ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 സ്ട്രീമിംഗ് കൊണ്ട് 1 ലക്ഷം വോട്ടൊക്കെയാണ് കയറിയിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒരിക്കലും ഒരു എത്ര ലക്ഷം PR കൊടുത്താൽ പോലും കിട്ടാത്തൊരു സപ്പോർട്ടാണ് ആൾക്ക് വേണ്ടി ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ബ്രോ, കഴിഞ്ഞ ആഴ്ച ഒരു അനീഷ് വിൻ ചെയ്യാൻ 90% ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അയ്യോ കറക്റ്റ് ആയിട്ട് ബ്രോ, ഞാൻ പറഞ്ഞു അനീഷ് അവിടെ ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച വരെ അനീഷിന്റെ ഗ്രാഫ് എപ്പോഴും താഴ്ന്നിട്ടില്ല. അനീഷ് വന്നെടുത്തെല്ലാം പവർ ആയിട്ടുള്ളൂ. അനീഷ് നല്ല ഫാൻസ് ഉണ്ട് അനീഷിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ഏതായാലും നമ്മൾ ചെയ്ത വീഡിയോക്ക് ഒരു അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. നമ്മൾ പറഞ്ഞിരുന്നു ജനമനസ്സുകൾ കീഴടക്കിയ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന് പറയുന്നത് അനീഷേട്ടനാണ് എന്ന കാര്യത്തിൽ ഈ ബിഗ് ബോസ് കണ്ട ആർക്കും ഒരു സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ PR ബിനു എന്ന് പറയുന്ന അനുമോളുടെ PR വർക്ക് ചെയ്ത അദ്ദേഹത്തിന്റെയും അഭിപ്രായം. അദ്ദേഹം തന്നെ കപ്പ് ഡിസേർവ്ഡ് ചെയ്ത ഒരു മനുഷ്യനാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ, അതുപോലെ തന്നെ സ്റ്റാർ വാല്യൂ, അതുപോലെ തന്നെ പണവും കയ്യിലുണ്ടെങ്കിൽ ആർക്കും നേടിയെടുക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഈ ബിഗ് ബോസ് കപ്പ് എന്ന് ഇപ്പോൾ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ആത്യന്തികമായി ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. ജനവികാരം തോറ്റു, PR വർക്ക് ചെയ്ത വിനുവും അനുമോളും വിജയിച്ചു. അത് തന്നെയാണ് ആത്യന്തികമായി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യാതൊരു കാരണവശാലും ഇത്തരം ഒരു കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഇനിയുള്ള ബിഗ് ബോസിലെങ്കിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വെറും ഈ വോട്ടിന്റെ ആധിപത്യത്തിൽ മാത്രം കപ്പ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം തീർച്ചയായിട്ടും നിർത്തിവെക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വരെ ലക്ഷക്കണക്കിന് വോട്ടുകൾ മറിച്ചും അതുപോലെ തന്നെ യന്ത്രങ്ങൾ തിരിമറി നടത്തിയും വിജയിക്കുന്ന കാലത്ത് ഈ ബോട്ടിൽ തിരിമറി നടത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കഷ്ടപ്പാടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇന്നത്തൊക്കെ IT യുഗമാണ്. അതിൽ തന്നെ ഒരുപാട് പരിപാടികൾ ഇന്ന് ചെയ്തുകൊണ്ട് ഇത്തരം ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഇപ്പം വിജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിട്ട് അവർ പൈസ വാങ്ങിയിട്ട് അവർ ആദ്യം തന്നെ പറയുന്ന മത്സരാർത്ഥികൾ വിജയിച്ച് കയറിപ്പോകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതായാലും ജനമനസ്സുകളിൽ ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ 2025 ബിഗ് ബോസ് സീസൺ 7 വിന്നർ ഏതായാലും അനീഷേട്ടൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ PR ബേബി തീർച്ചയായിട്ടും കപ്പ് വാങ്ങിയിട്ടുണ്ട്. അതിന് അവരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ബിഗ് ബോസ് പോകുന്ന എല്ലാവരും ചെയ്തു വെക്കേണ്ടതാണ്. നമുക്ക് ഏതായാലും അവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് ഒരു PR വർക്ക് കൊടുക്കാതിരുന്നതായിപ്പോയി അനീഷിന്റെ ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. കാരണം ജനങ്ങളുടെ സ്നേഹം കൊണ്ടോ ജനങ്ങളുടെ വോട്ട് കൊണ്ടോ ഒന്നും തന്നെ ബിഗ് ബോസിനകത്ത് ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് തെളിയിച്ച ഒരു സീസണായിരുന്നു ഇത്. വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷം തന്നെയാണ്. ഏതായാലും
ഞാൻ പറഞ്ഞ മാതിരി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എന്താണോ അദ്ദേഹം ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം അദ്ദേഹം ഡിസേർവ്ഡ് ആണ്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സ്നേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജനമനസ്സുകൾ കീഴടക്കിയ ഈ ബിഗ് ബോസ് സീസൺ 7ലെ ഏക മത്സരാർത്ഥി എന്ന് പറയുന്നത് അനീഷ് ചേട്ടനാണ്. അദ്ദേഹം മാത്രമാണ് ആ ബിഗ് ബോസിനകത്ത് സത്യസന്ധമായി കളിച്ചതും അവസാന നിമിഷം വരെ ഒരു മനുഷ്യനെ പോലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാനോ മോശപ്പെട്ട ഒരു വാക്ക് കൊണ്ട് വിഷമിപ്പിക്കാനോ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നല്ല ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് യഥാർത്ഥ ദ റിയൽ വിന്നർ ഓഫ് ദി സീസൺ 7 ദ ബിഗ് ബോസ് ഇൻ മലയാളം. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.